ഐ നോബഡി പടം കണ്ടിട്ട് ഇപ്പൊ വന്നേ ഉള്ളൂ. തിയേറ്ററിൽ ആരും ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ഫ്രീ ആയിട്ടിരുന്ന് കാണാൻ പറ്റും. കുറച്ച് നേരത്തെ പോയി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ കൂടുതലെന്ന് വിചാരിച്ചു, പക്ഷെ ആരുമില്ല. പടം അങ്ങനെ ആക്കി തീർക്കരുത്. ഓക്കെ, സോ പടം കണ്ടു. എൻ്റെ പേഴ്സണൽ അഭിപ്രായം ആദ്യം അതിൻ്റെ പോസിറ്റീവ് കാര്യങ്ങൾ. ഒന്നാമത്തെ കേസ് പൃഥ്വിരാജ്, പുള്ളി കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം മിക്ക പടങ്ങളിലും വരുന്ന റിപ്പീറ്റർ പൃഥ്വിരാജ് ഉണ്ടാവും, ആ സാധനങ്ങളൊന്നുമില്ലാണ്ട് ഈ ക്യാരക്ടർ അത്രയും ക്ലിയർ ആയിട്ട് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. രണ്ടാമത് പാർവതി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവരുടെ ഒരു കൊച്ചുകുട്ടിയുണ്ട്, പുള്ളിക്കാരിയുടെ സംസാരമൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബാക്കിയുള്ളവർക്കൊക്കെ ഈക്വൽ റോളായിട്ട് പോകുന്നത്. അശോക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ പോലീസുകാരുണ്ട്, പുള്ളിക്കാരൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ പേരെടുത്ത് പറയാനില്ല, കാരണം അതൊരു സർപ്രൈസ് കൈവിട്ടു പോകും. ഓക്കെ, അത് എനിക്ക് ഗസ്റ്റ് റോളായിട്ട് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, അവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പടം അങ്ങനെ ക്യാരക്ടർ വൈസ് എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സമീർ താഹിർ എൻ്റെ ഫേവറേറ്റ് ഡയറക്ടറിൽ ഒരാളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. റോക്ക് ഷോ കണ്ടിട്ട് ഞാൻ ഫാനായിപ്പോയി. കെട്ടിലോൺ മാലേക ഓക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, പക്ഷെ റോക്ക് ഷോക്ക് ഞാൻ ഫാൻ ആ ലെവലിലായിരുന്നു പടം. ഒരുപാട് പേര് മിക്സഡ് റെസ്പോണ്ടൊക്കെ ഉണ്ട് ആ പടത്തിന്. ഇതിനും അങ്ങനെ കേൾക്കുന്നുണ്ട്. പുള്ളിയുടെ പടത്തിൽ മറ്റേ സാധാ ടിപ്പിക്കൽ എല്ലാവരും ചെയ്യുന്ന കണക്ക് പടം തുടക്കം തൊട്ട് ഈ 2 മണിക്കൂർ വരെ ഉറക്കിച്ചിട്ട് ക്ലൈമാക്സിൽ കൊണ്ടുപോകാ ഒരു സാധനം തരുമ്പോഴത്തേക്കും ആൾക്കാർ പുറത്തിറങ്ങുന്ന ആൾക്കാർ വാവ് പടം കിടിലം എന്നൊരു പാറ്റേണിൽ പോകും. ഇതങ്ങനെയല്ല. പുള്ളിയുടെ പടം മറ്റേ ഒരേ വേവിൽ പോവുകയാണ് ഈ പടം. അതിനോബിയുടെ കേസ് പറയുകയാണ്, ഒരേ വേവിൽ പോകണം. പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ വേവല്ല, ഒരു പൊങ്ങി സ്ലോഡ് പൊങ്ങി അങ്ങനത്തെ സാധനങ്ങളിൽ കൂടെയാണ് ഈ നോബഡി എന്ന് പറഞ്ഞ പടം പോകുന്നത്. പടം തിയേറ്ററിൽ പോയി കാണുക, കണ്ടിട്ട് തീരുമാനിക്കുക. അല്ലാണ്ട് ഇതിൽ ഭയങ്കര മറ്റേ സാധനമില്ല, പൃഥ്വിരാജ് ഇറങ്ങി ആൾക്കാർ ആടി പിരിക്കണ ആ ഒരു പരിപാടിയില്ലെന്നൊന്നും വിചാരിക്കരുത്. അതിന് വേണ്ടിയിട്ട് പുള്ളിക്കാരൻ്റെ നമ്മുടെ ഖലീഫ വരുന്നുണ്ട്, അതിൽ പോയി കാണാം. ഒരു കൊമേഴ്ഷ്യൽ അങ്ങനത്തെ ഒരു പാറ്റേൺ ആണെങ്കിൽ ഇത് ഈ പേര് പോലെ ക്ലീൻ നോബഡി എന്ന് പറയുന്ന ആ പേരിന് കൃത്യമായിട്ട് മാച്ച് ആയിട്ടുള്ള ഒരു പടം എനിക്ക് അങ്ങനെ തോന്നി കേട്ടോ. ക്യാമറ വർക്കൊക്കെ അടിപൊളിയായിട്ട് ചെയ്ത്. ജെയ്ക്സ് വിജോവിൻ്റെ മറ്റേ തീ സാധനം അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കരുത്. പുള്ളിക്കാരൻ്റെ ഒരു സ്കോറൊക്കെ അടിപൊളിയായിട്ട് പോയിട്ടുണ്ട്, ആ സ്മൂത്ത് ആയിട്ട് പോകുന്നത്. റോഷോക്കിൽ നമ്മൾ കേൾക്കുന്ന ഒരു പാറ്റേണില്ലേ, ഭയങ്കര ഗുമ്മ സാധനമൊന്നുമല്ല, പക്ഷെ ആ ഒരു മൂഡിനനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ ജെയ്ക്സ് വിജോ കിഡിലായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല കളറിങ്, പടം നല്ല കളറിങ്, അടിപൊളി രസമുണ്ട് കളറിങ്. സ്കിന്നോണൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ക്യാമറ വർക്കൊക്കെ ചിലപ്പം ഒരു റൂമിൻ്റെ സാധനമായിരിക്കും, പക്ഷെ പല ആംഗിളിൽ നിന്നൊക്കെ എടുക്കുന്ന സാധനങ്ങളൊക്കെ ലൈക്ക് റോഷോക്ക് നമ്മൾ പോലീസ് സ്റ്റേഷനിലെ സീനൊക്കെ കണ്ടിട്ടില്ലേ, അതേ കണക്കുള്ള സാധനങ്ങൾ. അപ്പം ഇതിൻ്റെ വെറും ഒരു സിമ്പിൾ കോൺസെപ്റ്റ്. ഈ സിമ്പിൾ കോൺസെപ്റ്റ് നമ്മളിപ്പോൾ ഭയങ്കര ട്വിസ്റ്റോ അങ്ങനത്തെ പരിപാടിയൊക്കെ ഒന്നും പ്രതീക്ഷിച്ചൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. പടം കാണുമ്പോൾ തന്നെ നമുക്ക് കാര്യം മനസ്സിലാവും. ഭയങ്കര സിമ്പിൾ സാധനം. എൻ്റെ ഒരു 10,000 രൂപ കിട്ടി. 10,000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അത് ചോദിക്കാൻ 10,000 പേരുണ്ടാവും. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കാം, ഒരു 1,000 ലക്ഷം എന്ന് പറയുമ്പോൾ എത്ര, 10 കോടി എന്തോ അല്ലേ, 1,000 ലക്ഷം ഒരാളെ കിട്ടിയെന്ന് ചുമ്മാ ഒന്ന് പറഞ്ഞാൽ മതി. ഇപ്പം എൻ്റെ 10,000 കിട്ടി ചുമ്മാ എന്ന് പറഞ്ഞാൽ എന്നെ 100 രൂപ വിളിക്കണം, ഒരു 100 രൂപയുടെ 1,000 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും ലക്ഷം രൂപ ഞാൻ ഓരോരുത്തന്നെ കട്ടെന്ന് ചുമ്മാ പറഞ്ഞു നോക്കും. അപ്പോഴത്തേക്കും ഈ ഇത്രയും ആൾക്കാർ വന്ന് നമ്മുടെ അടുത്ത് ചോദിക്കും, നമുക്ക് അത്രയും പ്രഷറാവും, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യാനാ? ഒരാൾ വന്നിട്ട് ഇങ്ങനെ ബഹളം ഉണ്ടാക്കുക, അവിടെ പൈസ ഉണ്ടെങ്കിൽ നിന്റെ ഉണ്ടെന്ന് എനിക്കറിയാം, മര്യാദയ്ക്ക് താത്താന്ന് ഇല്ലെന്ന് പറഞ്ഞാൽ കൺവിൻസ് ആവുന്നില്ല. പണമാണേ അങ്ങനത്തെ ഒരു പാറ്റേൺ. നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല, അടിക്കാനോ തൊഴിക്കാനോ. നമുക്ക് നമ്മളതിലുള്ള പൈസ എടുത്തിട്ട് നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ നമ്മളുള്ള പൈസ എടുത്തിട്ട് കൊടുക്കുക, അല്ലാണ്ട് വേറെ എന്ത് ചെയ്യാനാ? അതില്ലെങ്കിൽ എന്ത് ചെയ്യുക? നമുക്ക് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് പേടിയാവും. അത് ഒരു കോമൺ മാൻ ആകുമ്പോൾ അങ്ങനെ ആവും. അങ്ങനെയാണ് അതിൻ്റെ ഒരു സിറ്റുവേഷൻസ് പോകുന്നത്. ഒരു സാധാ മനുഷ്യനാണെങ്കിൽ അതേപോലെയാണ് ഈ പടത്തിൽ അങ്ങനെ ആശാഭൂഷ ഒന്നുമല്ല. പടം ഒരു കോമൺ മാൻ, പുള്ളിക്ക് കിട്ടുന്ന ആ ഒരു പ്രഷറും കാര്യങ്ങളൊക്കെയാണ്. അതാണ് ഈ പടത്തിൽ മുഴുക്ക തുടക്കം തൊട്ട് ഒടുക്കം വരെ കാണിച്ചിരിക്കുന്നത്. ഇന്റർവ്യൂവിൽ ഒരു വ്യക്തമാണ് നമുക്ക് ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് മനസ്സിലാവും. അപ്പോൾ അത് ചിലവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇന്റർവെലിന് ശേഷം ആണ് ആ പുള്ളിയുടെ സ്ട്രഗിൾസ് ഒക്കെ കൂടുതൽ മനസ്സിലാക്കണം. പിന്നെ ഇന്റർവെലിന് ശേഷം കുറച്ചൊക്കെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. ചില ഫൈറ്റ് സീക്വൻസ് ഒന്നും എനിക്ക് പെട്ടെന്ന് ദഹിച്ചില്ല. കുറച്ചും കൂടെ കൺവിൻസ് ആക്കാമെന്നൊക്കെ തോന്നിയായിരുന്നു. അല്ലാണ്ട് വേറെ ഒരു മോശം പടമോ എനിക്കറിയില്ല എന്തുകൊണ്ട് ക്രൗഡ് ഉണ്ടായില്ല. ഫസ്റ്റ് ഡേ ആയിട്ട് ഈ തിയേറ്ററിൽ വന്നപ്പോഴത്തേക്ക് ആരുമില്ല. അതൊരു ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. ആൾക്കാർ കാണാണ്ട് ഇതിനങ്ങ് ചവിട്ടി താഴ്ത്തു പോകുന്നൊരു ചെറിയൊരു പേടി. ബ്രോ, പടം കൊള്ളാം, എൻഗേജിങ് ആണ്, ഇങ്ങനെ ബോറൊന്നുമില്ല. ആശാഭൂഷ സാധനങ്ങളില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരു കോമൺ മാൻ ആ പുള്ളിക്കാരൻ അനുഭവിക്കുന്ന സ്ട്രഗിൾസ് തുടക്കം തൊട്ട് ഒടുക്കം വരെ കാണിക്കുന്നു. എന്ത് ചെയ്യണം എന്നൊന്നും അറിഞ്ഞുകൂടാത്തൊരു സിറ്റുവേഷൻ.
കഥ ക്ലീൻ പ്രഡിക്റ്റബിൾ ആണ്. അങ്ങനെ പോയി കാണുക പടം. അടിച്ച് പൊളിക്കാൻ വേണ്ടിയിട്ട് ഖലീഫ ആ ലെവൽ പടമായിരിക്കും. സോ ഇതാണ് എൻ്റെ പടത്തിനെ പറ്റിയുള്ള പേഴ്സണൽ അഭിപ്രായം. ചുമ്മാ പറഞ്ഞൊരു പടത്തിനെ പൊട്ടിക്കരുത്. ദാറ്റ്സ് ഓൾ. താങ്ക് യു സോ മച്ച്.